അപ്പം ഇന്നത്തെ പരിപാടി ബേപ്പൂർ ഹാർബറിൽ പോയിട്ട് നല്ല ഫ്രഷ് മീൻ വാങ്ങിയിട്ട് വരാം. ഏകദേശം 4 മണിയാകുമ്പോൾ അവിടെ ഹാർബറിൽ ബോട്ട് എത്തി തുടങ്ങും. അപ്പോൾ ആ സമയത്തിന് നമുക്ക് അവിടെ എത്തി. ഇപ്പം ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അപ്പോൾ 4 പേർക്ക് ഒരു കൊട്ട. അപ്പോൾ ഞങ്ങൾ എടവണ്ണ എത്തി. ഇവിടെ ഭയങ്കര ഡാൻസും കളിയൊക്കെയാണ്. ഇനി ഇവിടുന്ന് 2 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. ഗായ്സ്, ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഈ ലോറികളെ ബാക്കിൽ ഇങ്ങനത്തെ ലൈറ്റ് കണ്ട്. ഇത് ബാക്കിൽ പോകുന്ന വണ്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന കേസല്ലേ. ഇത് നിയമവിരുദ്ധല്ലേ. TN വണ്ടിയാട്ടത്. ഇത് സംഭവം പോലീസുകാരെ മറ്റേ ലൈറ്റ് പോലെ ഉണ്ട്. കറക്റ്റ് വണ്ടിന്റെ ഉള്ളിൽ ഇപ്പം ഇരുട്ടുള്ള സ്ഥലത്ത് നിന്നൊക്കെയാണെങ്കിൽ ഇത് കറക്റ്റ് ഡ്രൈവറെ കണ്ണിലേക്ക് അടിക്കുന്ന രീതിക്കാണ്. ബേപ്പൂർ ഹാർബറിൽ എത്തിയാണ് കേട്ടോ. ഒരു മനുഷ്യനും ഇല്ല, ഒരാളും ഇല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ജനങ്ങളേക്ക് കയറാം. ഇതൊക്കെ എന്തൊക്കെയാണാവോ ഗായ്സ്? ഇങ്ങനൊക്കെ കുറേ സാധനങ്ങളിവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പെട്രോൾ പമ്പ് വരണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അതാണ് പെട്രോൾ പമ്പാണ്. ബോട്ടൊന്നും എത്തിയിട്ടില്ലാണ്. അല്ല, ബോട്ടൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷെ ജനങ്ങൾ എത്തിയിട്ടില്ല. ജനങ്ങൾ എത്തുമ്പോഴത്തേനും ഒരു 4 മണി ആ ടൈമാവും. 3:30 4 മണിയാവും. ഭാഗത്താണ് തോണിക്കാർ പോകാൻ. ഇത് ഈ നിർത്തിയിട്ടിരിക്കുന്ന തോണിക്കാർ മൊത്തം ഒരു 4 മണിയല്ല, ഇപ്പോൾ ഏകദേശം വന്ന് തുടങ്ങും. കുറേ പോയി ഗൈസ്. ഇവിടെയൊക്കെ ഞാൻ ആദ്യം വരുമ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ടാവും. എല്ലാം പോയി. ഈ ചെറിയ ചെറിയ തോണിയിലുള്ളതാണ് കറക്റ്റ് ഫ്രഷ്. അതായത് ഒരു നേരെ പോയിട്ട് പിടിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുതന്നെയാണ്. ഈ വലിയ വലിയ ബോട്ടിലുള്ളതൊക്കെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുന്നതാണ്. കടലിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുന്നതാണ്. ഏകദേശം നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മീൻ കിട്ടുക. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ എത്തുമ്പോഴത്തേനും 1 മാസം കഴിയും. ഈ ചെറിയ ചെറിയ തോണികളുണ്ടോ, അതാണ് കറക്റ്റായിട്ട് നമുക്ക് നല്ല ഫ്രഷ് സാധനം കൊണ്ടുവരുന്നത്. നല്ല പടക്ക മീനുകളുണ്ടാവും. അപ്പോൾ ഹാർബറിൽ മീനൊക്കെ ഇറക്കി തുടങ്ങിട്ടോ. ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വലിയ വലിയ അയിലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഇവിടുത്തെ കച്ചവടത്തിൻ്റെ ഒരു മെത്തേഡ് മനസ്സിലായത്. ഇത് ഒരു പല ടൈപ്പ് കച്ചവടം. അതായത് ബോട്ടിൽ നിന്ന് ഇറക്കുന്നവർ വേറൊരു കച്ചവടം, ഇറക്കിയിട്ട് ലേലത്തിൽ എടുക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ടൈപ്പ് കച്ചവടം. പുറത്ത് അവിടെ നിന്ന് തന്നെ വാങ്ങി അവിടെ നിന്ന് തന്നെ വിൽക്കുന്നവരുണ്ട്. അങ്ങനെ അത് ഒരുപാട് ടൈപ്പ് കച്ചവടം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല രസമാണ് അവിടെ രാവിലത്തെ ഈ കാഴ്ചകളൊക്കെ കാണാൻ. നമ്മളൊക്കെ ഇതുവരെ കണ്ടതും കാണാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റം മീനുകളുണ്ട് അവിടെ വരുന്നത്. ഇത് ഈ കൊട്ടയിലാക്കി കൊണ്ടുവന്നത് ഓരോരുത്തർ ലേലം വിളിച്ച മീനാണ്. ഈ ചുവട്ട് തൊഴിലാളികൾ കൊട്ടയിലാക്കിയിട്ട് അവർ വണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും. അവർക്കൊരു കൊട്ട ഏറ്റിക്കൊണ്ട് 20 അങ്ങനെ എത്രയാണ് അവരുടെ ചാർജ്. അതേപോലെ കൊട്ട നിറച്ചാക്കിയിട്ട് അവരുടെ തലയിൽ വെച്ചെടുക്കും. അവർ നേരെ വണ്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി വിടും. ഈ കാണുന്നതൊക്കെ അവിടുത്തെ ചില്ലറ കച്ചവടക്കാരാണ്. ഇത് അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടുന്നൊരു വലിയൊരു മീനാണ്. ഇതിൻ്റെ ചൂണ്ടക്കുളത്തൊക്കെ വായി തന്നെ കിടക്കാണ്. ഈ വക ഐറ്റംസൊക്കെ ചൂണ്ടൽ പിടിക്കുന്നതാണ് കേട്ടോ. ഈ കൊണ്ടുവന്നത് ഫുള്ള് സൂത മീനാണ് കേട്ടോ. ഇതെല്ലാം അത് ആ കൊട്ട മാത്രമല്ല, ഒരുപാട് കൊട്ട കണക്കിന് സൂതുണ്ട്. ഈ സാധനം ഒരു 1.5 സാധനമാണ്. ഇത് ഈ ഐസ് കൊണ്ടുവന്നത് മീനിലിട്ട് വെച്ച് അത് വണ്ടി കയറ്റാനാണ് ഐസ് കൊണ്ടുപോകുന്നത്. അതുപോലൊക്കെ മീൻ കൊണ്ടുപോയിട്ട് നേരെ ഐസിലിട്ടിട്ട് വണ്ടിയിലേക്ക് വെക്കും. ഇതൊക്കെ ചില്ലറ കച്ചവടക്കാരാട്ടോ. ആ കാണുന്നതൊക്കെ ചിലപ്പോൾ 100 രൂപക്ക് പോരും. ഞാൻ നേരത്തെ പറഞ്ഞ ചില്ലറ കച്ചവടത്തിൽ പെടുന്ന ആൾക്കാരാണ് ഇതൊക്കെ. കാലുകൊണ്ട് സുഖമില്ലാത്തവരും കുറേ അണ്ണന്മാരാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്, സ്ത്രീകളൊക്കെ ആയിട്ട്. അവരിതേപോലെ പെറുക്കിയിട്ടും ഈ പൊട്ടിയതൊക്കെ ആയിട്ടുണ്ടാവും. ഫ്രഷ് മീനായിരിക്കും, പക്ഷെ ചെറുതായിട്ട് പൊട്ടിയതൊക്കെ ഉണ്ടാവും. അത് ഇവർക്ക് കൊടുക്കും. ഇതേപോലത്തെ കച്ചവടക്കാർ ഇവർക്ക് കൊടുക്കും. ഇവരത് എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് ഒരുപാട് ആയതിനു ശേഷം നേരത്തെ ഞാൻ കാണിച്ചു തന്ന ചില്ലറ കച്ചവടക്കാരില്ലേ, അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ടാവും, അത് കൊടുക്കും. ഇവരത് ഇവരെ കൊണ്ട് മാക്സിമം എത്രക്ക് വിൽക്കാൻ കഴിയുമോ അത്രക്ക് അവർ വിൽക്കും.
എന്നാലും നമുക്ക് ലാഭത്തിലാണ് നമുക്ക് സാധനം കിട്ടുക പുറത്തുനിന്ന് വരുന്നവർക്ക്. ഇങ്ങനെയാണ് ബോട്ടിൽ നിറച്ചാണ് സാധനം പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബോട്ടിൽ നിന്ന് ഒരു ടീം ലേലത്തിനെടുത്തിട്ട് ആ ടീം പിന്നെയും കരയിലെത്തിയിട്ട് വേറൊരു ടീമിന് ലേലത്തിൽ കൊടുക്കുക എന്നാണ്. അങ്ങനെ ഒരു സിസ്റ്റമാണ് തോന്നുന്നു. അതുപോലെ ഒരുപാട് ഐറ്റം കച്ചവടമാണ് ഇവിടെ. ഈ ഒരു ഞണ്ട് അടിപൊളി ഞണ്ടായിട്ട് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഞണ്ട്. ഞാൻ കുറേ നേരം നോക്കി നിന്ന് റേറ്റ് ചോദിച്ചില്ല. അത് മൊത്തം ഒരു കൊട്ടക്കാണ് റേറ്റ്, ഒന്നായിട്ട് കൊടുക്കൂല. അങ്ങനെ ഇതൊക്കെ കണ്ട് ഏകദേശം നേരം വെളുക്കാനായി. ഞങ്ങൾക്കുള്ള മീനും വാങ്ങി ഇതേപോലെ അവിടെ തന്നെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് അതൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ